വഖഫ് ഭേദഗതിക്കെതിരെ എന്ന പേരിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ യുവജന സംഘടനയായ സോളിഡാരിറ്റി നടത്തിയ പ്രതിഷേധത്തിൽ ഭീകര നേതാക്കളുടെ ചിത്രങ്ങളും ഹമാസ് സ്ഥാപകൻ അഹമ്മദ് യാസിൻ്റെയും ഹമാസ് ഭീകരൻ യഹിയ സിൻവറിൻ്റെയും പ്ലക്കാർഡുകൾ ഉയർത്തിയായിരുന്നു സമരം. ഈജിപ്തിലെ മുസ്ലിം ബ്രദർഹുഡ് സ്ഥാപകൻ ഇമാം ഹസനുൽ ബന്നയുടെ ചിത്രവും പ്ലക്കാർഡിൽ ഉണ്ടായിരുന്നു. പോലീസ് അനുമതി നിഷേധിച്ചിട്ടും സോളിഡാരിറ്റി മാർച്ച് നടത്തുകയായിരുന്നു. വിവരങ്ങളുമായി ശിവദാസ് കന്മനം മലപ്പുറത്ത് നിന്ന് ചേരുന്നുണ്ട്. ശിവദാസ്, ഇന്നലെയാണ് ഈ വഖഫ് ഭേദഗതിക്കെതിരെ എന്ന പേരിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ഈ ഒരു യുവജന സംഘടന സോളിഡാരിറ്റി മാർച്ച് നടത്തുന്നത്. ഈ മാർച്ചിൽ എന്തിനാണ് ഈ ഭീകരരുടെ ചിത്രങ്ങൾ എന്നൊരു വലിയ ചോദ്യം തന്നെയാണല്ലേ? തീർച്ചയായും അത്തരത്തിൽ തന്നെ ഇന്നലെയാണ് വഖഫ് ഭേദഗതി ബില്ലിനെതിരെ എന്ന പേരിൽ മലപ്പുറം കരിപ്പൂർ വിമാനത്താവളത്തിന് സമീപം സോളിഡാരിറ്റി മാർച്ച് സംഘടിപ്പിച്ചത്, പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. നിരവധി ആളുകൾ ഈ മാർച്ചിൽ സംഘടിപ്പിച്ചിരുന്നു. SIOയും സോളിഡാരിറ്റിയും സംയുക്തമായാണ് ഇത്തരത്തിൽ ഒരു മാർച്ച് സംഘടിപ്പിച്ചത്. ഈ മാർച്ചിലാണ് ഇത്തരത്തിൽ ഇസ്ലാമിക ഭീകരവാദ സംഘടനകളുടെ നേതാക്കളുടെയും അതിന്റെ പ്രവർത്തകരുടെയും എല്ലാം തന്നെ ചിത്രങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവർ ഈ പ്രതിഷേധം സംഘടിപ്പിച്ചതും മുദ്രാവാക്യം വിളിച്ചതും എല്ലാം തന്നെ. പിന്നീട് പോലീസ് എത്തി ഈ മാർച്ച് തടയുകയും ലാത്തി ചാർജ് അടക്കം ഉണ്ടാവുകയും ചെയ്തു. കൃത്യമായി തന്നെ ഹമാസിന്റെ സ്ഥാപക നേതാവും അതോടൊപ്പം തന്നെ ഈജിപ്തിലെ ഇസ്ലാമിക സംഘടനയായ ബ്രദർഹുഡിന്റെ സ്ഥാപക നേതാവിന്റെ ചിത്രങ്ങൾ അടക്കം യഹിയ സിൻവാറിന്റെ പോലുള്ള ഭീകരവാദികളുടെ ചിത്രങ്ങൾ അടക്കം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഇവർ ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചത്. നമുക്കറിയാം, ഈജിപ്തിലും അതോടൊപ്പം തന്നെ ഗാസയിലും എല്ലാം പ്രവർത്തിക്കുന്ന ഭീകരവാദ സംഘടനകളാണ് ഹമാസും അതോടൊപ്പം തന്നെ ഇസ്ലാം ബ്രദർഹുഡും എല്ലാം തന്നെ. ഇസ്ലാമിക രാഷ്ട്രം വാദിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന സംഘടനകളാണ്. ഇതിന്റെ പ്രധാനപ്പെട്ട ഈ നേതാക്കളെല്ലാം തന്നെ വിവിധ യുദ്ധങ്ങളിൽ കൊല്ലപ്പെട്ടവർ കൂടിയാണ്. നിലവിൽ ഇവർ ഉയർത്തിപ്പിടിച്ച നേതാക്കളെല്ലാം തന്നെ, ഈ പ്ലക്കാർഡുകളിൽ ഉയർത്തിപ്പിടിച്ച നേതാക്കളെല്ലാം തന്നെ വിവിധ വ്യത്യസ്തമായ യുദ്ധങ്ങളിൽ കൊല്ലപ്പെട്ട ആളുകളാണ്. അല്ലെങ്കിൽ ഇവർക്കെതിരെ മറ്റു സർക്കാരുകൾ നടപടിയെടുക്കുമ്പോൾ അത്തരത്തിലുള്ള സർക്കാരുകളുടെ പട്ടാളത്തിൽ നിന്നും ഉതിർന്ന വെടിയുണ്ട ഏറ്റു കൊല്ലപ്പെട്ട ഭീകരവാദികളാണ്. അത്തരത്തിലുള്ള നേതാക്കളുടെ ചിത്രങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഇവിടെ കേരളത്തിൽ, പ്രത്യേകിച്ച് അതീവ സുരക്ഷാ മേഖല കൂടിയായ വിമാനത്താവളത്തിന് തൊട്ട് സമീപം വിമാനത്താവളത്തിലേക്കുള്ള റോഡ് ഉപരോധിച്ചുകൊണ്ടുള്ള ഈ സമരത്തിൽ ഇവരുടെ പ്ലക്കാർഡുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രതിഷേധ സംഗമം നടത്തിയിരിക്കുന്നത്. കൃത്യമായി തന്നെ ഇതിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ കൂടിയുണ്ട്. കാരണം ഒരു ഇസ്ലാമിക് ഭീകരവാദ സംഘടന കേരളത്തിൽ പലയിടങ്ങളിലും ഇത്തരത്തിൽ ആഴത്തിൽ വേരുന്നുണ്ട്. പലപ്പോഴും ഇടത് വലത് സർക്കാരുകളുടെ എല്ലാം തന്നെ സംരക്ഷണം ഇവർക്ക് കൃത്യമായി ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ഭീകരവാദ സംഘടനകൾ ഇവിടെ വലിയ രീതിയിൽ പ്രവർത്തിക്കാൻ കാരണവും അവർക്ക് കൃത്യമായി തണൽ ലഭിക്കുന്നത് കൊണ്ടാണ്. ഭരണപക്ഷത്തു നിന്നും കൃത്യമായി തണൽ ലഭിക്കുന്നത് കൊണ്ടാണ്, കൃത്യമായ ഇടപെടലുകൾ ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഇത്തരത്തിൽ ഭീകരവാദ സംഘടനകളും ഭീകരവാദ പ്രവർത്തനവും കേരളത്തിൽ ഇത്രയധികം ആഴത്തിൽ വേരുന്നത്. പ്രത്യേകിച്ച് വോട്ട് ബാങ്ക് രാഷ്ട്രീയം ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ ഇത്തരം നിരോധിത സംഘടനകളെ രഹസ്യമായും പലപ്പോഴും പരസ്യമായും ഇത്തരത്തിൽ പ്രവർത്തിക്കാനുള്ള ഒരു വഴി ഇവിടെ ഒരുക്കി കൊടുക്കുന്നതിന് പിന്നിൽ കൃത്യമായ ഇടതുപക്ഷ രാഷ്ട്രീയത്തിനും വലതുപക്ഷ രാഷ്ട്രീയത്തിനും അടക്കം ഇതിന് പിന്നിൽ ലക്ഷ്യങ്ങളുണ്ട്, അല്ലെങ്കിൽ അവരുടെ പിന്തുണ ഉണ്ട് എന്നതും വ്യക്തമാണ്. അതുകൊണ്ട് തന്നെയാണ് കാലങ്ങളായി ഇത്തരത്തിലുള്ള പ്രതിഷേധവും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഭീകരവാദ പ്രവർത്തനങ്ങൾ ഇവിടെ തുടരുമ്പോഴും അത് ഇപ്പോഴും വീണ്ടും ആവർത്തിക്കുന്ന ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഇന്നലെ നടന്ന ഈ സമരത്തിൽ ഭീകരവാദ സ്ഥാപകരുടെയും അതോടൊപ്പം തന്നെ അവരുടെ നേതാക്കളുടെയും പ്ലക്കാർഡുകളാണ് ഉയർത്തിയിരിക്കുന്നത് എന്നത് ഏറെ ഗൗരവമുള്ള കാര്യം തന്നെയാണ്. നിഖിൽ, ഒപ്പം തന്നെ ഈ ഒരു മാർച്ചിന് പോലീസ് അനുമതി നിഷേധിച്ച ഒരു സ്ഥലത്തേക്കാണ് ഈ ഒരു ഭീകരരുടെ ചിത്രങ്ങളുമായി ഇവർ മാർച്ച് നടത്തിയത്. തീർച്ചയായും നിരവധി പോലീസുകാരും ഇവിടെ ഉണ്ടായിരുന്നു. ഏകദേശം 300-ൽ കൂടുതൽ പോലീസുകാർ ഈ സംഭവ സ്ഥലത്ത് ഇവിടെ ക്യാമ്പ് ചെയ്തിരുന്നു. ഇവർ പ്രതിഷേധ മാർച്ച് നടത്തുമ്പോൾ ഇത്തരത്തിൽ പോലീസ് ഈ വിമാനത്താവള റോഡ് അതീവ സുരക്ഷാ മേഖല കൂടിയാണ്. പ്രത്യേകിച്ച് വിമാനത്താവളത്തിനോട് ചേർന്നുള്ള റോഡാണ്. വിമാനത്താവളത്തിലേക്ക് എത്തുന്ന യാത്രക്കാരുടെ വഴി മുടക്കിക്കൊണ്ടാണ് ഇവർ ഇത്തരത്തിലൊരു പ്രതിഷേധ മാർച്ച് ഇവിടെ സംഘടിപ്പിച്ചത്. വഖഫ് ഭേദഗതി ബില്ലിനെതിരെ എന്ന രീതിയിലാണ് ഇവർ മാർച്ച് സംഘടിപ്പിച്ചത്. അതീവ സുരക്ഷാ മേഖല കൂടിയായ ഇവിടെ മാർച്ച് സംഘടിപ്പിച്ചതിൽ വലിയൊരു വീഴ്ച തന്നെ സംഭവിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് പോലീസിനും അത്തരത്തിലുള്ള വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്. മാർച്ച് തുടങ്ങുന്നതിന് മുൻപ് തന്നെ പോലീസിന് അത് തടയാമായിരുന്നു. പക്ഷേ പിന്നീട് മാർച്ച് തുടങ്ങി അത് ഏറെ നേരം പിന്നിട്ടതിന് ശേഷമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉള്ള ഇടപെടലുകൾ അടക്കം ഉണ്ടായിട്ടുള്ളത്. പിന്നീട് പോലീസ് മാർച്ച് തടഞ്ഞെങ്കിൽ പോലും ഈ മാർച്ച് ഇവിടെ സംഘടിപ്പിക്കാൻ സോളിഡാരിറ്റിക്കും അതോടൊപ്പം തന്നെ SIOക്കും അടക്കം കഴിഞ്ഞിരുന്നു. ജമാഅത്തെ ഇസ്ലാമിയുടെ യുവജന സംഘടന കൂടിയാണ് സോളിഡാരിറ്റി. ഇത്തരത്തിൽ കേരളത്തിൽ ആഴത്തിൽ ഭീകരവാദ പ്രവർത്തനങ്ങളെ സഹായിക്കുന്ന തരത്തിലുള്ള ചില ഇടപെടലുകൾ ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്നുള്ളതും വളരെ ഗൗരവമുള്ള കാര്യം തന്നെയാണ്.